കല്യാണത്തിന്റെ ഡ്രസ് എടുക്കലിന്റെ 3-ാം ഘട്ടാണെന്ന്. കെട്ടിന്റെ സമയത്തേക്കുള്ള പട്ടുസാരി കൊടുക്കണം. താൽക്കാലികമായിട്ട് പറഞ്ഞ ഒപ്പിച്ച് കൂട്ടിയിട്ടുണ്ടെന്ന്. ചലോ കല്യാണം ഇല്ലേ, നല്ല ചുമപ്പ് കളറില്ലേ, അത് ഇതിന്റെ റിഫ്ലക്ഷൻ. അപ്പൊ ഞങ്ങൾ അതിന്റെ നഗ്നയാക്കാൻ പോവുകയാണ്. അപ്പൊ നഗ്നയാക്കണതാ. ഇതാണ് ഞങ്ങളുടെ മനസ്സുടക്കിയത് ഈ സാരിയിലാണ്. ഭംഗിയുണ്ടെന്നേ, അതല്ല പ്രശ്നം. എനിക്കിട്ട് എടുക്കാനിട്ട് പറ്റൂല. ഇവരെന്നിട്ട് പച്ച കാണിച്ച് ബോധിപ്പിക്കുക. പിന്നെ എനിക്ക് ആണുങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പാടോ? പാടാണ്ടിരുന്നാ മതി. ഭംഗിന്റെ ഇപ്പോഴെ ഭംഗിന്റെ നന്നായിണ്ട്. അല്ല അല്ലാതെ ആൾക്ക് ഭംഗിയുണ്ട്. ഒന്നും ഭംഗിയില്ല. അതെ, ഒരെണ്ണം വയ്ക്കാൻ ഗ്യാപ്പില്ല. പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഇന്ന് നമ്മളൊരു യാത്ര ചെയ്യാണ് കേട്ടാ. പറഞ്ഞു കൊടുക്ക്. കല്യാണത്തിന്റെ ഡ്രസ് എടുക്കലിന്റെ 3-ാം ഘട്ടാണെന്ന്. ജയലക്ഷ്മി പോയി ഇറങ്ങിയ ഒരു ദിവസം, പിന്നെ കുത്താമ്പള്ളിയിലേക്ക് പോയി. 2 കല്യാണം ഉണ്ടേ. രണ്ടും വളരെ നമ്മുടെ കുടുംബത്തിലത്തെ പ്രധാനപ്പെട്ട കല്യാണങ്ങളാണ്. ഒരെണ്ണത്തിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അത് പിന്നെ പറയുന്നതായിരിക്കും. ചെറിയേട്ടൻ്റെ മോൻ്റെ കല്യാണത്തിനെ കുറിച്ചിട്ടാണ് ഞങ്ങൾ എപ്പോഴും പറയണത്. അപ്പോൾ ഈ 2 കല്യാണങ്ങൾക്കും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതായതുകൊണ്ട് തന്നെ വളരെ നല്ല ഷോപ്പ് ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള ഇവർക്കാണ്, അല്ലാതെ നമുക്കൊന്നല്ല. നമുക്ക് നല്ല അടിപൊളി ഇപ്പൊ ഡ്രസ്സ് എടുക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ പോണത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സാരിയും ഒരു ചുരിദാർ എടുക്കാനാണ് സാരിക്കായിട്ട് പോണത്. പിന്നെ സീമ ചേച്ചിന്റെ അവിടെ നിന്ന് കയറാനുണ്ട്. ചേച്ചിക്ക് എത്ര സാരി എടുക്കുന്നത്? ചേച്ചിയുടെ ഒരു ഇത് കഴിഞ്ഞിട്ടുണ്ട്. റിസപ്ഷനുള്ള 2 റിസപ്ഷനുള്ള എടുക്കണം ചേച്ചി. എനിക്ക് 2 റിസപ്ഷനുള്ളത് കൊടുക്കണം. കെട്ടിന്റെ സമയത്തേക്കുള്ള പട്ടുസാരി കൊടുക്കണം. അപ്പോൾ നമ്മൾ പോണത് ഇത്തവണ വേറെ കടയിലേക്കാണ് പോകട്ടെ. കല്യാൺ സിൽക്കിലേക്കാണ് പോണത്. ഞാൻ അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല കേട്ടാ. ചിലപ്പോൾ അവരുടെ രഹസ്യ കാര്യങ്ങളൊന്നും ഇത് എന്താ പറയാ, എൻ്റെ ഉള്ളിൽ കാട്ടിയൊന്നും കാണിക്കാൻ പറ്റില്ലല്ലോ. രഹസ്യം അവരെ ചിലപ്പോൾ സീക്രട്ട് ആയിട്ടുള്ള ഡിസൈനുകളൊക്കെ പുറത്തു പോകുന്നത്. ജയലക്ഷ്മി ജയലക്ഷ്മിയിൽ പോയിപ്പോൾ അവര് പറഞ്ഞു, നമ്മൾ എടുക്കണ സ്ഥലത്തെ ഭാഗങ്ങൾ മാത്രം ഷൂട്ട് ചെയ്യാൻ പാടുള്ളൂ എന്ന്, അല്ലാണ്ട് മൊത്തം ഇങ്ങനെയായിട്ട് കട കാണിക്കാനും പാടില്ല. അതുപോലെ എല്ലാവർക്കും ഇവർക്കുണ്ടാവില്ല. പക്ഷേ കുത്താമ്പള്ളിയിൽ നമ്മുടെ എയർ സിൽക്കിന് അങ്ങനത്തെ യാതൊരു ഇതിൽ നിങ്ങൾ ഓടി നടന്ന് ഫുള്ള് എടുത്ത് കാണിച്ചോളാൻ പറഞ്ഞു. അതന്നെ. അപ്പൊ വിളിച്ചിട്ട് നമുക്ക് പോവാം. ജഗുല്ലേ, ചേച്ചിക്ക് ചെരുപ്പില്ല. ചേച്ചിക്ക് ചെരുപ്പ് വാങ്ങിച്ചു കൊടുക്കണം. ചെരുപ്പ് എവിടുന്ന് വാങ്ങിക്കണം? അല്ല, അത് നമുക്ക് നമ്മുടെ പോൾസന്റെ അവിടെ നിന്ന്. പോൾസന്റെ അവിടെ നിന്നല്ല, പോൾസന്റെ അവിടെ ചെരുപ്പുണ്ടോ? പോൾസന്റെ ഓപ്പോസിറ്റ്. അതെ. അപ്പൊ ജഗു ട്യൂഷന് പോകണേ. ഞങ്ങൾ ജഗുവിനെ കൊണ്ട് പോകണില്ല. പോവാറായിട്ടില്ലെന്ന്. ഞാൻ വീഡിയോയില് പറഞ്ഞു ചേച്ചിക്ക് പോണ വഴിക്ക് ചെരുപ്പ് വാങ്ങിക്കണം. കാരണം മറ്റേ വീഡിയോയില് പറയുന്നുണ്ടേ അല്ല ചേട്ടനെ ചെരുപ്പ് പാരഗൺ ഇട്ടാ മതി എന്നൊക്കെ. ഇതും പറ്റത് പാരഗൺ ഇട്ടാ മതി പറഞ്ഞത് ചേച്ചിയല്ല. അല്ല അല്ല ഞാനാ പറഞ്ഞ കൂടി കേറിയില്ലെങ്കിൽ അവിടെ ഇനി നമ്മളോട് വരണ്ടെന്ന് പറയും. വേറെ എവിടെയെങ്കിലും കൊടുത്തോളാൻ പറയും. ഞാനേ 2 മോഡല് അവള് കാണിച്ചിട്ടുണ്ട്. കഴുത്തിന്റെ കിട്ടുന്നുണ്ട്. ഞാൻ കഴുത്ത് ഈ മോഡല്, പിന്നെ അമ്മക്ക് ഇഷ്ടമുള്ളതായിക്കോളാൻ പറഞ്ഞു. കൈ ഇങ്ങനത്തെ കൈ ഇങ്ങനത്തെ വെച്ചാന്നുണ്ട്. കല്യാണ പെണ്ണിനുള്ള സെറ്റ് സാരിയാണ് കെട്ടിന്റെ സമയത്തുള്ളത്. നമ്മുടെ സിനീര അവിടെ തയ്ക്കാൻ കൊടുക്കണേ. അപ്പം അതിൻ്റെ മോഡലുകൾ ചേച്ചി കാണിച്ചു തരാം എങ്ങനത്തെയാണ് ബ്ലൗസ് തയ്ക്കേണ്ടത്. അപ്പം അത് എന്തായാലും ഞങ്ങളിന്ന് കല്യാണിന്ന് ഡ്രസ്സ് എടുത്തിട്ട് അവിടെ തയ്ക്കാൻ കൊടുക്കും. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഇതും അവിടെ കൊടുക്കണം, സിനീര അവിടെ കൊടുക്കണം. അപ്പം ശരി, ഇത് പഠിക്കുള്ളതല്ലേ? അഡ്രസ് നോക്ക്. ഞങ്ങൾക്കുള്ളതാണോ? അതെ. ശരി. അപ്പോൾ ചലോ കല്യാണം. അപ്പൊ ചേച്ചിക്ക് എടുക്കണ്ട അല്ലേ, ചെരുപ്പ് വാങ്ങിക്കണ്ട അല്ലേ? ചേച്ചിക്ക് ചെരുപ്പ് വാങ്ങിക്കണ്ടെന്ന്. ചേച്ചി ചെറിയ താൽക്കാലികമായിട്ട് പറഞ്ഞ ഒപ്പിച്ച് കൂട്ടിയിട്ടുണ്ടെന്ന്. ആർക്ക്? അപ്പൊ ചേച്ചി അവൻ കാണിക്കണ നോക്കിയേ. ചേച്ചിയോടെ ഒരു തൊപ്പി വെച്ചിട്ടേ അതുപോലെ ഡാൻസ് കാണിച്ചേ. മോഹൻലാല് ഏത് സിനിമയിലത്? അത് ഇത് പാട്ടില്ല. ഞാനാക്കണ്ടല്ലോ.
അപ്പൊ ഇവരെടുത്ത് തുടങ്ങിയിട്ടാ സാധനം. ഒരു പാർട്ടി വെയർ റിസപ്ഷനുള്ള സാരി ഞങ്ങൾ നോക്കുകയാണ്, എന്നിട്ട് വേണം മോളിക്ക് പോവാൻ. നോക്കിയില്ല കളർ നോക്കിയേ, കണ്ണടിച്ച് പോണ കളർ. ഇങ്ങടെയൊക്കെ മുഖം നല്ല ചുമപ്പ്. ഇത് റെഡ്. കണ്ണടിച്ച് പോണ കളർ. അയ്യോ അതൊരു നല്ല ഭംഗിയുള്ളൊരു പിങ്ക് എന്ന് പറയാൻ പറ്റേ. അങ്ങനെ ഇല്ലേ, നല്ല ചുമപ്പ് കളറില്ലേ, അത് ഇതിന്റെ റിഫ്ലക്ഷൻ. ഇത് എടുത്ത് കഴിഞ്ഞാൽ ചേച്ചിയുടെ മുഖം ഇതുപോലെ ചുമപ്പ് കളറായിട്ടിരിക്കും. ക്രിസ്മസ് പ്രമാണിച്ച് വേണമെങ്കിൽ കരോളിനും പോവാൻ. ഓർഗൻസ് അല്ലാണ്ടേ കുഴഞ്ഞെടുക്കുന്ന ടൈപ്പില്ല, മതി. അങ്ങനത്തെ വേണ്ടോ? ഇതൊരു കുറച്ച് കുഴയാൻ പോവാണ്. എന്തുട്ട കളറ്, ഭയങ്കര കളർ. വെറും 3000 രൂപ ഉള്ളതിന്. പിന്നെ മഞ്ഞ, ബ്ലാക്ക് വേണ്ട വേണ്ടല്ലോ. ഷിമ്മർ ക്രേപ്പ്, ഷിമ്മറാ. ഷിമ്മർ ക്രേപ്പിൽ കട്ട് വർക്ക് വരുന്നത് ഞാൻ പഠിച്ചുട്ടാ. ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് ഇങ്ങനെ മാറ്റി വെക്കുക, ട്രൈ ചെയ്ത് നോക്കാൻ. വെച്ച് നോക്കുമ്പോൾ ഭംഗിയുണ്ടോയെന്ന് അറിയണമല്ലോ, അതിന് വേണ്ടിയിട്ട്. ചേച്ചിക്കാണ് കേട്ടത് നോക്കിക്കൊണ്ടിരിക്കണത്. കയറി വരുന്ന സ്ഥലത്ത് തന്നെ ഒരു ബൊമ്മേനെ ഒരു ഡിസ്പ്ലേ ചെയ്തിട്ടൊരു സാരി കണ്ടു. ഞങ്ങൾ 2 പേരും അതിൽ ഫ്ലാറ്റായി, അത്ര ഭംഗി. അപ്പം ഞങ്ങൾ നല്ല വിലയാവുന്ന വെച്ച് നോക്കിയപ്പോൾ അധികം വിലയുമില്ല. അപ്പോൾ ഇത്രയും സമയം ഇവിടെ നോക്കിയിട്ടും ഞങ്ങൾക്ക് ആ സാരി തന്നെയാണ് ഞങ്ങളുടെ തലയിൽ ഇങ്ങനെ നിൽക്കണം. അപ്പോൾ ഇവർ പറഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് അതിനെ ഊരിയെടുക്കാന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അതിൻ്റെ നഗ്നയാക്കാൻ പോവുകയാണ്. അപ്പോൾ എന്തിട്ട് നഗ്നയാക്കണതാ? നഗ്നയാക്കണതല്ല, ആ സാരി ഇങ്ങോട്ട് നിൽക്കണത്, ഈ പെണ്ണ് ഉടുത്ത് നിൽക്കണത് കാണാൻ. അപ്പൊ ആ സാരി ഞങ്ങൾ ഊരിയെടുത്തിട്ട് തരാട്ടാ. അപ്പൊ അത് ചേച്ചിക്ക് ഇവിടെ രണ്ട് മൂന്നെണ്ണം അവിടെ ഇഷ്ടപ്പെട്ടത് മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അത് കൊടുത്തിട്ട് ട്രയൽ നോക്കിയിട്ട് ഏതാണ് കൂടുതൽ ഭംഗിന്ന്, ചേച്ചിക്ക് ഭംഗിയുള്ളത് ഏതാണെന്ന് വെച്ചാൽ അത് ഞങ്ങൾ എടുക്കും. ഇതാണ് ആ സാരി. ഇതാണ് ഞങ്ങളുടെ മനസ്സുടക്കിയത്, ഈ സാരിയിലാണ്. അപ്പൊ ഈ സാരി ഇവിടെ എടുക്കാണ്. അല്ല, എടുക്കാന്ന് ഉദ്ദേശിച്ച് ചേച്ചിക്ക് ഉടുപ്പിച്ചു നോക്കാൻ ഭംഗി ഉണ്ടാവും, നോ ഡൗട്ട്. ഇത് സാരിയാട്ടോ ചേച്ചി, സാരിയാ 5000 ഭംഗിയില്ല. പക്ഷെ 14,360 രൂപ ഭംഗിയില്ല. ഇതവരിങ്ങനെ സെറ്റ് ചെയ്തേക്കണതാ, തല ഇങ്ങനെ ചേർത്തിട്ട്. പെണ്ണുങ്ങളുടെ തുണി കഴിക്കുന്ന നോക്കുന്നോടാ വൃത്തികെട്ടവനെ. നോക്കണത് മാത്രമല്ല, അത് ഷൂട്ട് ചെയ്യുകയും ചെയ്യുന്നു. അയ്യോ, അതിന്റെ ഭംഗി മുഴുവൻ പോയി. ബോർഡർലെസ് വരുന്നതാണ് കളേഴ്സ്. ബോർഡർലെസ് ഉള്ള ഒരു പാറ്റേൺ ആട്ടോ മേഡം. അയ്യോ പച്ച, വീണ്ടും പച്ച. ഞാൻ എടുത്തേക്കണതൊക്കെ പച്ചേന്. തയ്ക്കാൻ കൊണ്ടുപോകണോടത്തെ അവള് പറഞ്ഞിട്ടുണ്ട് ഇനി പച്ച എടുത്തിട്ടുണ്ടെങ്കിൽ എന്നെ തല്ലി കൊല്ലുന്ന് പറഞ്ഞിട്ട്. ഇതതിന്റെ തന്നെ അല്ല, പച്ചല്ല, അതിന്റെ മോഡൽ നോക്കിയത്. കളേഴ്സ് വേറെ തരാം, ഹാഫ് ആൻഡ് ഹാഫ് ഡിസൈൻ. വെറൈറ്റി ആയിട്ട് വരുന്നതാണ്. ബ്ലൗസ് പ്ലെയിൻ വരും, ബോഡിയിലോട്ട് ഇങ്ങനെ ഹാഫിലോട്ട് വർക്ക് വരും. ഇതിന്റെ കളേഴ്സ് തരാം, മോഡൽ തരാം. മോഡൽ നോക്കിയാൽ മതിയേ. പിന്നെ ഇതിന് ബോർഡർ വെറൈറ്റി. നീല വേണ്ട അല്ലേ? ഇത് മഞ്ഞയും കരിനീലയും ഉണ്ടാവും ഇതില് കോമ്പിനേഷൻ. നോക്കട്ടെ, ഞാൻ നോക്കട്ടെ കേട്ടാ. പിന്നെ ഇങ്ങനെ നോക്കണം, മഞ്ഞ. ഇതൊരു വെറൈറ്റി റയർ കോമ്പിനേഷൻ ആട്ടോ. നല്ല ഭംഗിയാ വെച്ച്. പച്ച ബോർഡർ അല്ലേ, ഒന്നും വിഷയമില്ല. പക്ഷെ ഭംഗി ഉണ്ടാവും, കോമ്പിനേഷൻ ഭംഗിയാ വെച്ച് നോക്കുമ്പോൾ നല്ല ഭംഗി ഉണ്ടാവും. ബ്ലൗസ് ചെയ്ത് വരും, ബോഡിയിലോട്ട് ഇങ്ങനെ അല്ലാണ്ട് ഉദിച്ചത് ഇങ്ങനെ കസവൊന്നുമല്ല. ഇപ്പോഴത്തെ ആന്റിക് ബോർഡറിൽ വരണതല്ലേ. ഭംഗിയുണ്ട് പക്ഷെ എനിക്ക് വേണ്ട. എനിക്കിത് ഭംഗി ഉണ്ടാവില്ല. എന്താ നല്ല ഭംഗിയാ അതിന്റെ വേറെ കേട്ടോ. വേറെ കുഴപ്പമില്ല. പക്ഷെ എനിക്ക് ആ നീല ഇഷ്ടപ്പെട്ടുള്ളേ. ആ നീല എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളേ. പക്ഷെ എനിക്ക് ഈ നീല ഇഷ്ടമാവണില്ല. ഈ നീലും കരിനീലും വരുമ്പോൾ ഇങ്ങനെയാ കോൺട്രാസ്റ്റ് ആയിട്ട് വരുമ്പോഴല്ല കൂടുതൽ ഭംഗി ഉണ്ടാവുക. മഞ്ഞയിൽ ഇതുപോലെ വരുന്നുണ്ടോ? മഞ്ഞയിൽ ഇങ്ങനെ വരുന്നുണ്ടോ?
വേറൊരു മോഡൽ കേട്ടോ, സോഫ്റ്റിൽ വരുന്നതാ. ഇതൊക്കെ ബ്ലൗസ് കോൺട്രാസ്റ്റ് ചെയ്യുന്ന റെഡിഷ് മെറൂൺ അങ്ങനെ എന്തെങ്കിലും ബ്ലൗസ് കോൺട്രാസ്റ്റ് കൊടുക്കാം. ഇതിന്റെ സെയിം ബ്ലൗസാണ് വരിക, പക്ഷെ ഇതിന് കോൺട്രാസ്റ്റ് കൊടുക്കണമെങ്കിൽ അങ്ങനെ കൊടുക്കാം. മഞ്ഞ കരിനീലിയാണെ ഞാൻ ഇത് എടുത്തിട്ട് പോയി. ബ്ലാക്ക് പക്ഷെ ഭംഗിയുണ്ടാവും, നല്ല ഭംഗിയുള്ള കോമ്പിനേഷൻ അല്ലേ. എന്നാലും ബ്ലാക്ക് വേണ്ട, ബ്ലാക്ക് ബ്ലൗസ് ഇടണ്ടേ? ബ്ലാക്ക് ആവില്ല അല്ലേ ബ്ലൗസ്? ആണോ? പറഞ്ഞ കോമ്പിനേഷൻ തരാവേ. ഇത് കറുപ്പന്നല്ലേ? അല്ല, നേവി ബ്ലൂ ആണ്. ഇത് നേവി ബ്ലൂവാ, നേവി ബ്ലൂവാ. ഇത് ബ്ലാക്ക്, ഇത് നേവി ബ്ലൂ. നോക്ക് ഇനി നിങ്ങളും വരും ചാനലിൽ, ഇനി നിങ്ങളും വരും. അതെ, കേട്ട് വരും സൗണ്ട്. പിന്നെ ഇങ്ങനെ കോമ്പിനേഷൻ ആണ്. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, പക്ഷെ 8,000 രൂപയുള്ളൂ, വെറും 8,000 രൂപ. പക്ഷെ ഇതുപോലെ തന്നെ ഏതാണ്ട് എടുത്താണ് പിങ്ക്. സെൽഫായിട്ട് വരുന്ന പാറ്റേൺ ആണ്. 4,590. കറുപ്പല്ലേ? ഗ്രീൻ. അത് ഗ്രീനാ. ഇത് എടുക്കട്ടെ? നല്ല ഭംഗിയുണ്ട്. അത് കുഴപ്പമില്ലല്ലോ. ഇതാണോ? അല്ല, അതിന്റെ ഇപ്പുറത്ത് ഇത് ബോർഡറിലൊരു പാറ്റേൺ ഫസ്റ്റ് തന്നെ കാണിച്ചില്ലായിരുന്നു, അതിൻ്റെ ഒരു കളർ ഷെയ്ഡാണ്. കുഴപ്പമില്ല. അയ്യോ, ഇതൊരു ട്രഡീഷണൽ ടച്ചിലേക്ക് പോകില്ലേ? അത് നല്ല ഭംഗി, എനിക്ക് ഇഷ്ടപ്പെട്ടു. എന്തായാലും ഇത് എടുത്തോ, ട്രയൽ നോക്കാം. ബോർഡർ ഇല്ലാത്ത സാരി എടുക്കുമ്പോഴേ ഹൈറ്റ് കൂടുതൽ തോന്നിക്കുന്നു പറഞ്ഞു. അങ്ങനെ ഹൈറ്റോ ഇല്ല, ഹൈറ്റ് കൂടുതൽ തോന്നിക്കെങ്കിലും ചെയ്താലോ വിചാരിച്ചിട്ട്. ഹൈറ്റ്, അതെ, ഹൈറ്റ് ഇല്ല എന്നുള്ളതൊരു സത്യമാണ്. എന്നാലും ചില സാരികളുടെ ഡിസൈനിന്റെ പാറ്റേണിന്റെ പ്രത്യേകത കൊണ്ട് നമുക്ക് ഇത്തിരി ഹൈറ്റ് തോന്നിക്കുകയാണെങ്കിൽ നല്ലതല്ല. സാരി എടുക്കുമ്പോഴൊക്കെ ഹൈറ്റ് വേണം, നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. നല്ല ചേട്ടാ, സാരി എടുക്കുമ്പോൾ ഹൈറ്റ് ഉണ്ടാവണം നിർബന്ധമൊന്നുമില്ല. സാരി എടുക്കുമ്പോൾ മാത്രം ഹൈറ്റിന് നമ്മൾ എവിടേക്ക് പോകണം? ഇപ്പൊ എത്ര എടുത്തു? എത്ര എടുത്തു? ഒരെണ്ണം നോക്കി വെച്ചിട്ട് മാറ്റി വെച്ചിട്ടുള്ളൂ അല്ലേ? കണ്ട എന്തോരം നേരം നമുക്ക് വെറുതെ ഇവരിങ്ങനെ എടുക്കാനായിട്ട് സമയം ഇങ്ങനെ വേശാക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ വരണെങ്കിൽ ഓടി വന്നെടുത്തു. ഈ ഷോപ്പിൽ ഇത്രയ്ക്കധികം വെറൈറ്റി ഉണ്ട്. അപ്പൊ നമ്മൾ ഓടി വന്നിട്ട് ഒരെണ്ണം എടുത്തിട്ട് പോണം. നമുക്ക് അതിൽ നിന്ന് ഒരെണ്ണം സെലക്ട് ചെയ്തിട്ട് നല്ലത് എടുത്തൂടെ? അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് നല്ലത് എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ഇത്ര അധികം കൊണ്ടുവച്ചേക്കണത് ഇവിടെ. അല്ലാണ്ട് കയ്യിൽ കിട്ടിയത് എടുത്തിട്ട് പോണം അല്ലേ? ഭംഗി ഉണ്ടാവില്ല ഇത്. ഇതെനിക്ക് ഉടുത്ത ഞാൻ കറുത്തിരിക്കും. കരിനീല എനിക്ക് ഭംഗി ഉണ്ടാവില്ല. അല്ല, ഇത് കരിനീല എനിക്ക് ഭംഗി ഉണ്ടാവില്ല. ചാണപ്പച്ച നോക്ക്, പച്ച തന്നെ പിന്നെയും കാണിച്ചേ. ഭംഗിയുണ്ടെന്നേ, അതല്ല പ്രശ്നം. എനിക്കിട്ട് എടുക്കാനിട്ട് പറ്റൂല. ഇവരെന്നിട്ട് പച്ച കാണിച്ച് കൊതിപ്പിക്കുക. പിന്നെ പച്ച വേണ്ട ഞാൻ വന്നപ്പോട്ട് പറഞ്ഞു തുടങ്ങിയതാ. പച്ചകൾ തന്നെ കാണിച്ച് കൊതിപ്പിച്ചോണ്ടിരിക്കുന്നു. ഇഷ്ടായത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്ന് പിന്നെ ഇത് പക്ഷെ പച്ചയാണ്. അയ്യോ, പച്ച എടുക്കണം. പിന്നെ പച്ച. അയ്യോ, എന്തൊരു ഭംഗിയാ കാണുന്നത്. വൈകിട്ട് എനിക്ക് ഭംഗി ഉണ്ടാവില്ലേ? സാരി നല്ല ഭംഗിയുണ്ട്, റേറ്റും നല്ല ഭംഗിയുണ്ട്. എനിക്കിത് ഭംഗി ഉണ്ടാവില്ല.
കോഫി കുടിക്കാൻ സമയമുണ്ടല്ലോ. ഞങ്ങൾക്ക് ഇന്ന് വീട്ടിൽ പോയിട്ട് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഒല്ലൂര്. ആ ഇത് എൻ്റെ ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ ഭാര്യ. ആ ഇതെൻ്റെ ഹസ്ബൻഡ്. അത് ഞങ്ങളുടെ ക്യാമറമാൻ. എനിക്ക് ആണുങ്ങൾക്ക് ഇവിടെ ഇരിക്കാൻ പാടുമോ? പാടാണ്ടിരുന്നാ മതി. അല്ല പെണ്ണുങ്ങൾക്കുള്ള സ്ഥലങ്ങളല്ല ഇതൊക്കെ. കൂടെ വരുന്നത് ആണുങ്ങളല്ലേ, പൈസ അടയ്ക്കണത് ആണുങ്ങളല്ലേ. അത് നല്ല ഭംഗി. ഇതാണോ നല്ല കാര്യം. പക്ഷെ ഒരു കറുപ്പ് ഷെയ്ഡ് വരുന്ന പോലെ അല്ലേ. അത് ഭയങ്കര കോഫി ബ്രൗൺ മിക്സിങ് കളറായ കാരണം തോന്നണതാ. ആ ഇതിനെങ്ങനെ റേറ്റ് വരുന്നത്? കുഴപ്പമില്ലല്ലോ. എന്താ കുഴപ്പം? ഇപ്പോഴൊക്കെ എടുക്കാൻ പറ്റില്ല. കുറച്ച് എടുക്കും. കുറച്ച് കഴിഞ്ഞാൽ എന്തെടുത്തോളം ചിലരെടുക്കില്ല പറയും. കുറച്ച് വയസ്സാവില്ലേ എന്ന് പറയും. എടുക്കുക നമ്മുടെ വയസ്സ് പറയണ്ടവരോട്. പാലേന്റെ പൈസ പറയണ ആരും പൈസ പറയില്ലേ. സാരികള് നോക്കി ഒരു 4000 തൊട്ട് 7000, 8000, 10000 വരയ്ക്കുള്ള റേഞ്ച് ഉണ്ട് കേട്ടോ ഇവിടെ. അപ്പോൾ നമ്മൾ ഇപ്പോഴും നോക്കിയാൽ കഴിയില്ല. അപ്പോൾ നോക്കിയെന്ന് കുറച്ചെണ്ണം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് മാറ്റി വെച്ചിട്ടുണ്ട്. നോക്കിയെന്ന് കുറച്ച് ഞങ്ങൾ ഇഷ്ടപ്പെട്ടത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് ട്രയൽ ചെയ്യാൻ പോകും, നോക്കാൻ പോകും. അവിടേക്കാണ് പോണത്. നല്ല ഭംഗിന്റെ കാണാൻ. വെള്ളക്കല്ല ഭംഗിയുണ്ട്. ഇത് ഭയങ്കര ഭംഗിയാണ്. പക്ഷെ എത്ര പറഞ്ഞ 10000. ആ ഇതിലാണ് ട്രയൽ ചെയ്യുന്നത് അല്ലേ? ട്രയൽ ചെയ്യുന്ന സ്ഥലട്ടാ. മൈക്ക് വെച്ച് തരുന്നുണ്ട്. ഞാൻ എന്തെങ്കിലുമൊക്കെ തെറ്റ് പറഞ്ഞാലേ നന്നാവാതെ അത്രയുണ്ട്. എത്രയാ എന്ത് ഇതിന്? 35000. അമ്മേ ദൈവന്റെ ബ്ലൗസ് ഇങ്ങനെ വരും കേട്ടാ. അത് വെയിറ്റ് അത് 1 ലെയർ ചുറ്റിന് ഭാഗം താഴത്തേക്ക് കൈ വെച്ചാൽ മതി. അതായത് അത് 1 ലെയർ ഇടുന്ന ഭാഗം വരെ ഞാൻ ഫ്ലീറ്റ്സ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ആകെ 5-6 ഫ്ലീറ്റ്സ്, മാക്സിമം 7 ഫ്ലീറ്റ്സ് അത്രേ വരുള്ളൂ. ഇതിപ്പോ ചുരിദാറിന് മേലേക്കാണ് വരുന്നത്. ഇതിപ്പോ ചുരിദാറിന്റെ മേലെ അല്ല വരുന്നത്. വൈഡ് ആവുമ്പോ ഇച്ചിരി കൂടി ഭംഗി വരും. ഇപ്പൊ വൈഡ് ഇല്ലേ ചുരിദാറിന്റെ ഇത്, നെക്ക് വൈഡ് ഇല്ലല്ലോ. ഇനി വേണിച്ച വൈറ്റ് ഇങ്ങനത്തെ പേള് വർക്കിന് ഇങ്ങനത്തെ പറക്കുള്ള ബ്ലൗസ് ആണെങ്കിൽ ഇടാം കേട്ടോ. പേളിൻ്റെ ഒക്കെ ഇടാം വേണച്ച. ഇതിപ്പോൾ ഓരോ ഫംഗ്ഷന് ഇതിടാം. പിന്നത്തെ ഫംഗ്ഷന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇടാം. കോൺട്രാസ്റ്റ് ആയിട്ട് എടുക്കുകയും ചെയ്യാം. ചേച്ചിക്ക് ചേച്ചിക്ക് ഇഷ്ടപ്പെട്ട എടുത്താൽ മതി കേട്ടോ. ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പിന്നെ അന്ന് ഇങ്ങനെ നല്ല ആവുക. അന്ന് പിന്നെ ലുക്കൊക്കെ മാറല്ലോ. ഇന്നിപ്പോൾ നമ്മളൊരു സാധാ ലുക്കിലല്ലോ വന്നതാണ്. അന്ന് ഫേസേ മാറും. ഇനി അതൊരും കൂടി വെച്ച് നോക്കണ്ടേ? മറ്റേ വേറൊരു സാരി കൂടി അതൊന്നും വെച്ച് നോക്കണേ. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടാ. അമ്മേ ഇത് നല്ല ഭംഗിയുണ്ട് ചേച്ചിയെ. ഏതാ ഭംഗി? അതെ രണ്ടും എടുത്തോ. അപ്പൊ പിന്നെ കുഴപ്പമില്ലല്ലോ. ഇതിലൂടെ ക്ലാസ് ലുക്ക് അല്ലേ? അതെ അതാണെങ്കിൽ നല്ല ബ്രൈറ്റ് ആയിട്ട് നല്ല ഇതില് നല്ല ക്ലാസ് ലുക്ക്. അതന്നെ ചേച്ചിക്ക് കണ്ണാടയിൽ നോക്കിട്ട് ഏതാ ഭംഗി തോന്നണേ? രണ്ടും ഭംഗി തോന്നുന്നുണ്ടല്ലേ? എനിക്ക് അതെ രണ്ടും ഭംഗി തോന്നുന്നു. പിങ്ക് മതിയാ? റെഡ് മതിയാ? പിങ്കിഷ്. രണ്ട് ഭംഗി, രണ്ടും ഇഷ്ടായില്ലേ? അപ്പൊ രണ്ടും എടുത്തോ. ഒരെടുത്തോ ഒരെണ്ണം ഫ്രീ ഒന്നില്ലേ? രണ്ടും പറയാൻ പറ്റും. മറ്റേ അണ്ടയ്ക്കം മുണ്ടയ്ക്കം വില നോക്കട്ടെ, എന്നിട്ട് വേണം ഭംഗിയുണ്ടോ ഇല്ലെന്ന് പറയാം. 6795. ആ ചുരിദാറിന്റെ കളറും ഇതും ഒരേപോലെ അല്ല. ഭംഗിന്റെ ഇടാ എപ്പോഴാണ് ഭംഗിന്റെ. ഓ ഈ ബ്ലൗസിന്റെ കളർ ഇഷ്ടപ്പെട്ടു. എങ്ങനെയുണ്ട് ചേച്ചിയെ? ബ്ലൗസ് നല്ല ഭംഗിയുണ്ട്. ബ്ലൗസിന്റെ കളർ കുഴപ്പമില്ല. റയർ ആണ്, നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു കളർ കോമ്പിനേഷൻ ആണത്.
ചേച്ചി വയസ്സായി കൊടുക്കുന്ന സാരി നന്നായിണ്ട്. വയസ്സായി എടുക്കണ കൊണ്ടുകൊടുത്ത ഞാൻ പറയാം ഇത് എന്താ അത് കാണിച്ചേക്കണേ ഞങ്ങളായെന്ന് പറയും. കുഴപ്പമില്ല, അത് ഭംഗിയുണ്ട്, ഇഷ്ടപ്പെട്ടു. ഇത് മെഹന്തി ഗ്രീൻ. മെഹന്തി ഗ്രീൻ എന്ന് പറഞ്ഞിട്ടുള്ള സാധനം ഒരു ഇതിനെ പോപ്പ് ചെയ്യാൻ പോണത്. അതിന്റെ തന്നെ ഇവിടെ വെക്കരുത്, അവിടെ താഴെ വെച്ചോളൂ കേട്ടോ. അപ്പൊ ചായ കൊണ്ടിരിക്കുകയാണ്. പച്ചയല്ലല്ലോ ഇത്, കളർ വ്യത്യാസം ഉണ്ടല്ലോ, പച്ചയൊന്നല്ല. മുന്താണി അത് ബ്ലൗസ് വലിച്ചു വെച്ചേക്കല്ലേ, അപ്പൊ അങ്ങനെ വരത്തുള്ളൂ. ബ്ലൗസ് കട്ട് ചെയ്ത് മുന്താണി കെട്ടി തന്നെ ഒരു പോർഷനാണ് ഇങ്ങനെ വരും. അടുത്ത് വർക്ക് ചെയ്യേണ്ടി വരും. അത് എത്ര റേഞ്ചിന്റെ ആയാലും ബ്ലൗസ് ഇപ്പൊ പ്ലെയിനാ വരണേ. കാഞ്ചീപുരത്തിലോ അല്ല, ഞാൻ രണ്ടും കമ്പയർ ചെയ്ത് രണ്ടിലേതാ കമ്പയർ നോക്കാം. ഫ്രണ്ടിലോ മുന്താണി ഫ്രണ്ടിലോ അല്ല, അല്ലാതെ ആൾക്ക് ഭംഗിയുണ്ടോ? ഒന്നും ഭംഗിയില്ല. എന്തേ അതെ, ഒരെണ്ണം വയ്ക്കാൻ ഗ്യാപ്പില്ല. ഗ്യാപ്പ് ഉണ്ടെന്നാണ് ചോദിച്ചത്. ഞാൻ എടുത്തോണ്ട് കഴിഞ്ഞ അതൊക്കെ കഴിഞ്ഞു. ഞങ്ങൾക്ക് ടൈമുണ്ട്, ഞങ്ങൾക്ക് 4 തൊട്ട് ടൈമില്ല. അങ്ങനെയല്ല, നമുക്ക് അവിടെ വരുമല്ലോ. നല്ല ഭംഗിയുണ്ട്, നല്ല കോമ്പിനേഷനാ പിക്കോക്കില്. ബ്ലൂ ജെറിയിലൊക്കെ വരുന്ന പാറ്റേണോ? ആ കാണിച്ചു തരാലോ, തീർച്ചയായും. നൈസായി, നല്ല കോമ്പിനേഷൻ ഉണ്ട്. അതെ ശരിക്കും സാലിപ്പണം പോട്ടെ പ്രൗഢി പറ്റുക നമ്മളെല്ലാരും പറയാ. അതുപോലെ അതാണ് വേണച്ച മാഡത്തിന് ഈ കളറിൽ ഇവിടെ വല്ല ബീഡിങ്ങോ വല്ല ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു വർക്ക് ചെയ്യിക്കുക ഈ കളറിൽ ബീഡ്. അപ്പൊ ഞങ്ങൾ കൈവിട്ടല്ലേ തയ്യാറ് വെച്ച് നോക്കാം. മറ്റേത് പച്ച ബ്ലൗസ്. അപ്പൊ ഞാൻ പറഞ്ഞില്ലേ മറ്റേത് പച്ച ബ്ലൗസ് ആണ്, ഇത് കോമ്പിനേഷൻ അങ്ങോട്ട് തിരിഞ്ഞാന്ന്. ഒന്ന് ചിരിച്ചിക്കോ, ചിരി അങ്ങോട്ട് വരട്ടെ അങ്ങോട്ട്. രണ്ട് ഭംഗി. മാഡത്തിന് പേഴ്സണൽ ഏതാ ഇഷ്ടമായ? അല്ലേ, നല്ല ഭംഗി, നല്ല കോമ്പിനേഷനും. അതെ, നീൻജെറിയും കൂടി വരും, ബ്ലൂ ജെറി ഒക്കെ വരുമ്പോൾ ഒന്നുകൂടി ഭംഗിയാണ്. എന്നുവെച്ചാൽ ഓവറായിട്ട് കാണില്ല, പിന്നീടായത് നമുക്ക് യൂസ് ചെയ്യാം. രണ്ട് ഓവർ കസവ് എന്ന് പറഞ്ഞാൽ എടുത്ത് വെക്കത്തില്ലല്ലോ നമ്മള്. അപ്പൊ ഞങ്ങള് പറഞ്ഞു സാറ് കുഴപ്പമില്ലാന്ന് പറഞ്ഞു. അപ്പൊ ഇനിയുണ്ട് സമയം, ഞങ്ങൾക്ക് ഇനിയുണ്ട് ടൈം. കൺഫ്യൂഷനായ അതെ അല്ല, കുഴപ്പിക്കുന്നൊക്കെ ആള് കുഴപ്പിച്ചു. അത് ഞാൻ എടുത്താ ചേട്ടാ എടുത്തോ? ഞാൻ വലിച്ചു ദൂരാളെ എടുത്തില്ലേ? നല്ലല്ലേ? 1500 വ്യത്യാസമല്ലോ. ബ്ലൗസ് കട്ട് ചെയ്ത് വെക്കില്ല, ലൈനിങ് എടുക്കണ്ടേ? ഞാൻ വരാട്ടാ. ഇത് വേണ്ടല്ലോ, മെറ്റീരിയൽ ആണ് നോക്കണേ. ചുരിദാർ മെറ്റീരിയൽ റെഡിമെയ്ഡ് നോക്കണം. ഒന്ന് റെഡിമെയ്ഡിൽ ജസ്റ്റ് ഒന്ന് നോക്കി വെക്കാം വെറുതെ. എങ്ങാനും റണ്ണിങ്ങിലുള്ള വർക്ക് നമുക്ക് റെഡിമെയ്ഡിൽ ഉണ്ടാവില്ല. ജസ്റ്റ് ഇവിടെ റണ്ണിങ് ഇത് നോക്കിയിട്ട് നിങ്ങൾ അവിടെ പോയി ഇവിടെ ഇവിടെ നമുക്ക് മെറ്റീരിയൽ ഉണ്ട്, ചുരിദാർ മെറ്റീരിയൽ സെറ്റ് ആയിട്ട്. അതിലുണ്ടാവില്ലേ വർക്കുള്ളത് ഉണ്ടാവില്ലേ? അങ്ങനെ ഉണ്ടാവും.
പറഞ്ഞേ. എടുത്തു കഴിഞ്ഞിട്ടൊന്നുമില്ല ചേട്ടാ. രാത്രി ഞങ്ങൾ സിനീരെ അവിടെ തയ്ക്കാൻ കൊടുക്കട്ടെ. ഇവിടുത്തെ ജോലിക്കാരൊക്കെ കട പൂട്ടി ഇറങ്ങി തുടങ്ങി. അപ്പം ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾക്ക് തയ്ക്കാൻ കൊടുക്കാനായിട്ടേ ഒരു ഡ്രസ്സും കൂടിയും ചെറിയച്ച് തന്നയച്ചിട്ടുണ്ടല്ലോ നമ്മുടെ കല്യാണ പെണ്ണിനുള്ളത്, അത് എടുക്കട്ടെ കേട്ടാ. അപ്പം ഞാൻ പറഞ്ഞിട്ടില്ലേ തയ്ക്കുന്ന സ്ഥലം ഏതാണെന്ന് ഞാൻ പലവട്ടം പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ കല്യാൺ സിൽക്സ് പാലസ് റോഡാണിത്. കല്യാൺ സിൽക്സ് കഴിഞ്ഞിട്ട് അപ്പുറത്തെ ചുങ്കത്ത് ജ്വല്ലറിയുടെ നേരെ ഓപ്പോസിറ്റ് ആബ ഡിസൈനർ സ്റ്റുഡിയോ, അവിടെയാണ് നമ്മളിതൊക്കെ തയ്ക്കാൻ കൊടുക്കണേ. അപ്പോൾ ചെറിയച്ചി നമ്മുടെ കല്യാണ പെണ്ണിൻ്റെ സാരിയുടെ ബ്ലൗസ് സാരി തന്നയച്ചിട്ടുണ്ട് തയ്ക്കാനേ. അപ്പോൾ അത് കൊടുത്തു. ഇനി അവിടെ അത് കൊടുത്തിട്ട് നമ്മൾ വീട്ടിലേക്ക് പോവാണ്. ഫസ്റ്റ് ഫ്ലോറാണ്, നമ്മൾ കോണി കയറണം. മുകളിലാണ് കേട്ടാ സിനീര കട. അപ്പോൾ സ്റ്റെപ്പ് കയറി വന്ന് ഫസ്റ്റ് ഫ്ലോറിലാണ് കേട്ടാ നമ്മുടെ ഷോപ്പ്. സിനിയുടെ ഹസ്ബൻഡാണ്. സിനി പിന്നെ മുന്നേ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഷൂട്ട് ചെയ്യുന്നു പറഞ്ഞപ്പോൾ സിനീനെ കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് സിനീനെ കാണിക്കണില്ല. അപ്പം തയ്ക്കാൻ കൊടുത്തു. സിനിക്ക് ഈ വീഡിയോയിൽ വരാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ സിനീനെ കാണിക്കാത്തത്. അപ്പോൾ ഞങ്ങൾ തയ്ക്കാൻ കൊടുത്തിട്ട് വീട്ടിൽ പോകും. അപ്പോൾ ഇവിടേക്ക് തയ്ക്കാൻ കൊടുക്കണം എന്നുള്ളവർക്ക് എൻ്റെ ഫോൺ നമ്പർ ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുക്കാം കേട്ടോ. അപ്പോൾ ശരി, ഞങ്ങളിനി വീട്ടിൽ പോവാം. തളർന്നു ക്ഷീണിച്ച് വയ്യാണ്ടായി.